ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ദിവസം പൊന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അമ്മ എനിക്ക് മേക്കപ്പിൻ്റെ സാധനം മേടിക്കാൻ തൃശ്ശൂർക്ക് ഒന്ന് പോകണം, നമുക്ക് പോയാലോ ചോദിച്ചു. എന്നാൽ പോകാൻ പൊന്നു എന്ന് പറഞ്ഞു. ഇവിടെ കേട്ടതും മതി കേൾക്കാത്തതും മതി, നമ്മൾ ഡ്രസ്സ് മാറി പൊന്നിൻ്റെ കൂടെ തൃശ്ശൂർക്ക് പോകാമെന്ന് വെച്ചോട്ടോ. അങ്ങനെ നീ കുണുക്കനെ പിടിച്ച് ഡ്രസ്സ് മാറ്റി, കുണിക്കുന്ന ഡ്രസ്സ് മാറ്റി, ഞാൻ ഡ്രസ്സ് മാറി, ഞാൻ ഡ്രസ്സ് മാറിയിട്ടാ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് അങ്ങനെ മീഷോന്നോ ഓൺലൈനിൽ നിന്ന് ഒന്നും അങ്ങനെ ഡ്രസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ. അപ്പോൾ പൊന്നൊരു ചുരിദാർ എടുത്ത് കണ്ടപ്പോഴാണ് ഇതിനോടൊക്കെ ഒരു ആഗ്രഹം തോന്നിട്ട് പൊന്നിനോട് ഞാൻ അമ്മയ്ക്ക് എന്നെ മേടിച്ചു തരും പൊന്നു ചോദിച്ചപ്പോൾ പൊന്നാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്ത് തന്നിട്ട് ഞാൻ മേടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഹൈലൈറ്റ് മാളിലേക്ക് വന്നു കേട്ടോ. എല്ലാവരും കൂടി ഹൈലൈറ്റ് മാളിൽ വന്നിട്ട് മസാല ദോശയും നെയ്റോസ്റ്റും കഴിക്കട്ടെ. അപ്പോൾ എന്ന് ഹൈലൈറ്റ് മാളിൽ വന്നാലും എനിക്കൊരു ഇതായിട്ടോ, നമ്മൾ ശ്രീ വെജ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഒരു മസാല നെയ്റോസ്റ്റ് മേടിക്കും കേട്ടോ. ഇവിടെ കാർത്തുമ്മ കരയുണ്ട്, വേറെ ഒന്നിനല്ല കുണുക്കിയിട്ട് ഒരു തല്ലുണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് അവർ പുറത്തുനിന്ന് കരച്ചിൽ കേൾക്കുന്നത്. അങ്ങനെ നമ്മളിത് എല്ലാവരും കൂടി ഇന്ന് ചായ കുടിക്കണം. അപ്പോൾ അന്നേണ്ണ എപ്പോൾ ഹൈലൈറ്റ് മാളിൽ വരും, എന്നിട്ട് ആകെ ചോദിക്കുക അന്നേണ്ണ അവിടെ അങ്ങനെ മേടിക്കൊന്നുമില്ല, അങ്ങനെ വരി നിന്ന് മേടിക്കുക കാരണമൊന്നും എന്നിട്ട് ശരി എനിക്കൊരു ചായ വേണം, എനിക്കൊരു നെയ്റോസ്റ്റ്. അപ്പോൾ ഒരു നെയ്റോസ്റ്റ് ഒരു മസാല ദോശ മേടിച്ച് ഞാൻ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കൂട്ടാം. അങ്ങനെ നെയ്റോസ്റ്റും മസാല ദോശയും ഒട്ടേപ്പൊടി ടേസ്റ്റ്. ഞാൻ ഒരുപാട് വെജിറ്റേറിയൻസാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. പക്ഷേ നല്ല നെയ്റോസ്റ്റും നല്ല മസാല ദോശയും ഹൈലൈറ്റും നല്ല ശ്രീ വെജിറ്റ് അടിപൊളി കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അത് കഴിഞ്ഞപ്പോൾ ഷെബി ചിക്കൻ്റെ എന്തോ ഐറ്റംസും ഒരു പിസി മേടിച്ചു കൊണ്ടുണ്ട്. എല്ലാവരും കൂടി അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഗെയിമിൻ്റെ അവിടേക്ക് പോയിട്ട് സത്യം പറഞ്ഞാൽ ഹൈലൈറ്റ് പറഞ്ഞ ഗെയിമിൽ ഇതുവരെ കുണുക്കി കയറിയിട്ടില്ല കേട്ടോ. 7ാം പ്രാവശ്യം പോകുമ്പോൾ എന്നോട് ആവശ്യമാണ്, പക്ഷേ ഞാൻ ഇതുവരെ കയറ്റിയില്ല. പൊന്നിൻ്റെ ഒരു ഷെബിയിൽ അവിടുത്തെ കാർഡുണ്ട് കേട്ടോ. അവരിടയ്ക്ക് കാർത്തൂന് കൊണ്ടുപോകുമ്പോൾ കയറ്റാറുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ കുണുക്കിനും കയറ്റിയിട്ടെന്ന് വെച്ചാൽ ഭയങ്കര റൈറ്റ് ആയതുകൊണ്ട് നമുക്ക് താങ്ങില്ല, അതുകൊണ്ട് ഞാൻ കയറ്റി. അപ്പോൾ കുണുക്കും പൊന്നു പറഞ്ഞു ഷെബി കൂടി കയറ്റിയപ്പോൾ പറഞ്ഞു കയറിക്കോ മോനെ ഇഷ്ടമുള്ള കയറിക്കോ. അപ്പോൾ ഓടി ഒന്ന് ബൈക്കുമ്പോൾ കയറിയിരിക്കുന്നുണ്ട്, അത് ഓടിക്കാൻ നോക്കുന്നുണ്ട്. കുട്ടികളെ വലിയവരൊക്കെ ആയി നമുക്ക് തന്നെ ഇതൊക്കെ കാണുമ്പോൾ കളിക്കാൻ തോന്നും. പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളാണ് നമ്മുടെ പ്രായം മറന്ന് നമുക്കിതിനൊക്കെ കയറാനും കളിക്കാനും ആഗ്രഹം തോന്നും. എന്നാലും എത്ര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ അഞ്ചേട്ടനും കൂടിയിട്ട് ഞങ്ങളുടെ കുറേ കാര്യങ്ങൾ ഒന്നും നടത്താറില്ല. കുണുക്കിൻ്റെ ആഗ്രഹം, അതിൻ്റെ പിന്നാലെയാണ് ഞങ്ങളുടെ ഈ ഓട്ടം. ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കോ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കോ ഒന്നും ഞങ്ങൾ പ്രശസ്തി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അനുവേണ്ട ഒരു ആഗ്രഹമാണ് ഹൈലൈറ്റ് മാളിൽ പോയി ഒരു ചായയും ഒരു നെയ്റോസ്റ്റും, അതിനൊരു തുണ്ട കിട്ടുള്ളൂ, എല്ലാവരും കൂടി ഷെയർ ചെയ്യും. പക്ഷേ അതൊരു ആഗ്രഹമാണ്, അത് നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കട്ടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പൊന്നിന് എന്തോ മേക്കപ്പിൻ്റെ സാധനം മേടിക്കാണ്ട് കയറിയതാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും മേടിക്കാത്തതാണ്. ഞാൻ എന്നാണ് അവിടെ നിന്നിട്ട് കൊടുക്കണം പറഞ്ഞു. അവർക്കൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തേരി കൊടുക്കാണ്ട് കൊടുക്കുന്നവരോട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുക കേട്ടോ. പക്ഷേ ഒരു കാര്യമില്ല കേട്ടോ, എൻ്റെ ഫോണ് ആകെ നാശം. ഞാൻ ഈ ഫോണിൽ എനിക്ക് അധികം നാൾ യൂസ് ചെയ്യാൻ പറ്റുമോ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഫോണിൽ ഇന്ന് വീഡിയോ എടുത്താൽ അത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ, നാളേക്ക് വേറെ വീഡിയോ എനിക്കിതിലെടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എനിക്കൊരു 3-4 വർഷമായില്ലേ ഫോൺ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആവുന്ന ടൈമായി. അപ്പോൾ ഈ ഐഫോൺ ആകെ പീസായിട്ട്. അപ്പോൾ ഷെബി ചീത്താറുണ്ട്, അമ്മ ഒരു ഫോൺ മേടിക്കുക, അമ്മയുടെ ഫോണിലാണ് അമ്മ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. പക്ഷേ ഐഫോൺ എന്നുള്ള സ്വപ്നം നമുക്ക് എളുപ്പമുള്ള കാര്യമില്ല. ഒരു 4 വർഷം മുന്നേ അതെങ്ങനെ സാധിച്ചതെന്ന് തന്നെ എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരും കൂടിയിട്ട് ഹൈലൈറ്റ് മാളിലേക്ക് പോയി. ഹൈലൈറ്റ് മാളിൽ നിന്ന് ലുല്ലു മാളിലേക്ക് പോയിട്ട്, ഹൈലൈറ്റ് മാളിലുള്ള ലുല്ലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോണതും ഈ വലിയ ഉന്തുവണ്ടി കണ്ടുപോയിക്കാൻ ഉപരി എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാനാണ് ഈ ഉന്തുവണ്ടി. സത്യം പറഞ്ഞാൽ ഇന്നാൾ വന്നിട്ട് നമുക്കൊരു 5 കിലോ അരി, ഞാൻ കുറച്ചാളൊക്കെ ഓടും 5 കിലോ അരി, കുറച്ച് പച്ചക്കറിയും കുറച്ച് ഓഫറുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഫറുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ സോപ്പും പൊടി, സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിച്ച് പോയിരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും മേടിക്കാനൊന്നുമില്ല. എന്നാലും വെറുതെ ഇങ്ങനെ കറങ്ങിയെടുക്കുമ്പോൾ ഈ വണ്ടി എടുക്കണമെന്ന് വെച്ചാൽ പുറത്തെക്കെട്ട 3 ആളുണ്ട്. 3 ആൾ വല്ല വാശി പിടിച്ച് അതിൻ്റെ അടുത്ത് ഇടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഉന്തുവണ്ടി കൊണ്ടു നടക്കുന്നത്. അങ്ങനെ വന്നു. പിറ്റേ ദിവസം രാവിലെ തലേദിവസം രാത്രി ഞങ്ങൾ എന്നിട്ട് പിന്നെ ഭക്ഷണവും കാര്യമൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇന്നത്തെ മീൻകറി ബാക്കിയിട്ട് അത് ചൂടാക്കട്ടെ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് മീൻകറി ഇല്ല, മാങ്ങ പച്ചടി. ഭയങ്കര ടേസ്റ്റായിട്ടോ മാങ്ങ പച്ചടി. അപ്പോൾ അത് ചൂടാക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുമത്തി വറുത്തുണ്ട്, അപ്പോൾ അത് ചീഞ്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴേക്ക് കേടായാലും എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ അരി അടുപ്പത്തിടാൻ നോക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ പെട്ടെന്ന് പണിയോട് വയ്ക്കാൻ നോക്കുന്നുണ്ട് ഞങ്ങൾ ഇരിച്ചിട്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ അടുക്കളയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല ചൂടുകൊണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ അടുക്കള ഷീറ്റ് എങ്ങനെ ചൂടൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ഷീറ്റൊക്കെ പഴുത്ത് കഴിഞ്ഞ് നമുക്ക്
അതിനോട് പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം രാവിലെ തന്നെ പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാം കേട്ടോ. അങ്ങനെ നാളികേരം ചെരുകി ചട്നി അരച്ചു കേട്ടോ. ചട്നിയുടെ ഞാനിങ്ങനെ കാണുമ്പോൾ എന്താ വയ്ക്കും. അപ്പോൾ കാശ്മീരി ചില്ലി ഇല്ലേ, അത് വറ്റൽമുളക് അത് 2 ഇടും, പച്ചമുളക് ഒരു 3 ഇടും, തരി ഉപ്പിട്ടിട്ട് നാളികേരം കൂടി അരച്ച ചട്നി കേട്ടോ. അതിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് പൊട്ടിച്ചേച്ചാൽ എനിക്ക് ഈ ചട്നി ദോശയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും ഇടില്ല. വറ്റൽമുളക് 2 3 ഇടും, അതിലേക്ക് 2 3 പച്ചമുളക് ഇടും, കുറച്ച് തേങ്ങ ഇടും, ഉപ്പിടും. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചട്നി ആയിട്ടുണ്ട്. ചോറ് തിളപ്പിച്ച് കൂട്ടാൻ വെച്ച് കറി ചൂടാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിൽ പിന്നെ എന്തുണ്ടാക്കാൻ ചട്ടിയിൽ എന്ത് വെക്കാനാണ് ചട്ടി അടുപ്പത്ത് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ചട്ടിയിൽ തക്കാളി ചമ്മന്തി, കുടുക്കന് തക്കാളി ചമ്മന്തി ആവശ്യമായിട്ട് ഞങ്ങളാണ് ചട്നി കൂട്ടി വയ്ക്കുന്നത്. കുടുക്കന് തക്കാളി ചമ്മന്തി വേണം. അപ്പോൾ കുടുക്കന് തക്കാളി ചമ്മന്തിക്ക് കേട്ടോ ചോറ് തിളപ്പിച്ച് ഊറ്റി കഞ്ഞളം ചെരിച്ചതാണ്. ശരിക്കും എൻ്റെ വേണ്ട അടയ്ക്കാണ് വന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിയത് മാത്രം, വലിയ കാര്യമായില്ല. അങ്ങനെ നമ്മൾ തക്കാളി ചമ്മന്തിക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഇപ്പുറത്ത് ദോശ ഉണ്ടാക്കുന്നത്. ഞാൻ കുഞ്ഞു കുഞ്ഞു തട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതാണ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഒരുത്തർ രാവിലെ എണിച്ചതിന് അമ്മേനെ വലുതായത് കണ്ട് അമ്മേനെ എടുക്കണം. അപ്പം ഞാൻ നിന്നെ എടുക്കണമെന്ന്. അപ്പോൾ വേണ്ട, അമ്മയ്ക്ക് എൻ്റെ പൊന്തിനാണ്. പക്ഷേ എടുത്തിട്ട് നമ്മൾ ഈ പ്രായത്തൊക്കെ നമുക്ക് ഇവരിങ്ങനെ എടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ പറ്റില്ല. ഇവരൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഇവരെടുക്കാനോ ഒന്നിനും പറ്റില്ല. എല്ലാത്തിനും ഓരോ പ്രായത്തിൻ്റെ ഒരു പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പ്രായത്തിന് അവരെ കൊഞ്ചിക്കലും അവരെടുക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അവർ വലുതായി കഴിഞ്ഞാൽ അവർ ബിസിയാവും. പ്രത്യേകിച്ച് അങ്ങോട്ടുള്ള അവരവരുടേതായ പഠിപ്പും കാര്യങ്ങളും കളികളും കാര്യങ്ങളായി കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ അവർ വലുതായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ചില സമയങ്ങളിങ്ങനെ അവരെ എടുത്ത് പൊന്തിച്ച് എടുത്ത് കൊഞ്ചിക്കുക, അതൊക്കെ ഒരു പ്രത്യേക രസമാട്ടോ. നമുക്ക് മനസ്സിന് ഒരുപാട് ടെൻഷനുള്ളപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നതിൻ്റെ കാരണം തന്നെ കുണിക്കലുകൊണ്ടാണ്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനെന്നെ ആത്മഹത്യ ചെയ്ത സത്യം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടായപ്പോൾ ഞങ്ങൾ ചോദിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നിങ്ങനെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഒരാൾക്കാരായിട്ട് ഞാനും നേട്ടും. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണം കുടിക്കാനായിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് നമ്മളെ കളിയാക്കിയിട്ടും ട്രോളിയിട്ടും കുറേ വീഡിയോകളൊക്കെ വന്നപ്പോൾ മനസ്സ് നമ്മൾ ആത്മഹത്യയുടെ കാര്യത്തിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ട് പല പ്രാവശ്യം. എന്നിട്ടും അത് ചെയ്യാണ്ടിരുന്നതിൻ്റെ കാരണം ഈ കുണക്കിന് അവരുടെ കൂടെ ജീവിച്ചിട്ട് ഞങ്ങൾക്ക് മതിയായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയ നിധിയായിരിക്കും ഞങ്ങളുടെ 2 കുഞ്ഞു മക്കൾ. ഞങ്ങൾ ചിന്തിക്കും, ഇപ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് വന്ന 2 അതിഥികളാണ് കേട്ടോ കുണുക്കും. ഇപ്പോൾ പൊന്നിനായാലും നമ്മൾ പ്രതീക്ഷിച്ച് വന്ന 2 അതിഥികളാണ്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന 2 വ്യക്തികളാണ് കുണുക്കിയിട്ട്. അപ്പോൾ ദൈവം എന്താ അങ്ങനെ ചെയ്തേ എന്ന് വിചാരിക്കും. ഇപ്പോഴാണ് മനസ്സിലാണ് ഞങ്ങൾ അവർക്ക് കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ജീവൻ നിലനിർത്തുന്നത് ചിലപ്പോൾ അവരായിരിക്കും. നാളെ ചിലപ്പോൾ അവർ വലുതാകുമ്പോൾ അവർക്കും ഞങ്ങൾ വേണ്ടാണ്ടാവോ ഇല്ലേ ഒന്നും അറിയില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ ഹാപ്പിയായിട്ട് അവരെ കുറേ കുടുംബങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടും ഞങ്ങളോട് പറ്റാത്തതിൻ്റെ അപ്പുറത്തിലേക്കാണ് ഞങ്ങൾ അവരുടെ ഓരോ കാര്യങ്ങളും നോക്കുന്നതും ചെയ്യണതും ഒക്കെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ ഈ ഡബ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് വിഷമത്തിലാണ് സത്യം പറഞ്ഞാൽ. ഞാൻ തന്നെ അറിയാണ്ട് എൻ്റെ ശബ്ദം ഇടറുന്നുണ്ട്, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോഴും നമ്മൾ ചില നിമിഷം ചിന്തിച്ച് പോകുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന ടൈമാണ്. എന്നാൽ പോലും നമ്മളിത് ചെയ്യാണ്ട് നിൽക്കുന്നത്. കുണുക്കി എന്ന് വ്യക്തികൾ ഞാൻ പറഞ്ഞു, എൻ്റെ അന്വേഷണം എൻ്റെ കുഞ്ഞു 2 മക്കളുടെ കൂടി ജീവിച്ച് കൊതി തീർന്നില്ല. അവരുടെ കൂടെ ഒരുപാട് വർഷം കൂടി മുന്നോട്ട് ജീവിക്കണം തന്നെയാണ് ആഗ്രഹം കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കുന്ന പോലെ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് തന്നെ പറഞ്ഞേ ഒരു കോൾ വന്നിക്ക് പാലക്കാട് ആ കുട്ടീൻ്റെ ശബ്ദം കേട്ട് കരഞ്ഞിട്ട് എൻ്റെ അമ്മയെ പോലെ എന്നൊക്കെ പറയുമ്പോൾ എനിക്കും ആകെ എന്തോ ഒരു മാതിരിയായിട്ടാണ്. നമ്മുടെ അമ്മയെ പോലെ നമുക്ക് ഒരാളെ കാണാൻ പറ്റുക വെച്ചാൽ അത് വലിയൊരു കാര്യമൊന്നുമില്ല. അത് അങ്ങനെ ഒരാൾക്ക് എന്നെ കാണാൻ പറ്റിയെന്ന് ചിന്തിക്കുമ്പോൾ എനിക്കത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം എന്നോട് ചോദിച്ചാൽ അമ്മ എന്ന് വിളിക്കണ്ടേ ചേച്ചി എന്ന് വിളിക്കണ്ടേ എന്താ വിളിക്കണേ എന്ത് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ലാന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ കുണുക്കുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ വെക്കേഷനായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് ചെറിയ പണികളൊക്കെ ചെയ്യണം. ചെറിയ പണികൾ വെച്ചാൽ നിങ്ങൾ കഴിച്ച പ്ലേറ്റ് കൊണ്ടുവയ്ക്കണം, ചിലപ്പോൾ പെറ്റാണെങ്കിൽ അത് കഴുകി വെക്കണം. അപ്പോൾ എനിക്ക് കുടിക്കാൻ വെള്ളം എടുത്ത് തുടങ്ങിട്ട് ഗുളിക കഴിക്കണം, അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുപോകണം, ഇപ്പോൾ കുടിക്കാൻ വെള്ളം എടുത്ത് തുടങ്ങുന്ന കേട്ടോ.
അപ്പോൾ ഞാൻ അങ്ങനെ അവരോട് പറയണത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തതെന്ന് ചേട്ടനും പിന്നെ ഞാൻ അനിയേട്ടനോട് പറയും, അനിയേട്ടൻ നമ്മുടെ മക്കളാണ്, നമ്മളോട് അവരോട് സ്നേഹം കൊണ്ടായിരിക്കും അവരോടൊന്നും ചെയ്യാണ്ട് ഇരിക്കുന്നത്, പക്ഷേ വെക്കേഷൻ ടൈമാണ്, നമ്മളോട് പറ്റുന്ന പോലെ അവർ നമ്മളെ സഹായിക്കട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ കിടക്ക് വിരിച്ചിടാനും കാര്യങ്ങൾക്കൊക്കെ ഒപ്പം ഞാൻ അവനെ കൂട്ടുവിട്ടാണ്. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഞാൻ പറയും, ഞാൻ ഭക്ഷണമൊക്കെ പാത്രത്തിലാക്കി വെച്ച് ഞാൻ കുണുക്കനോട് കുടിക്കണം പറയും, ഇതൊക്കെ ഒന്ന് മേശ കൊണ്ടുവച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത് റിട്ടേൺ അവരോട് കൊണ്ടുവപ്പിക്കും. ചില നേരത്ത് കുണിക്കുമ്പോൾ കുറച്ച് മടിയൊക്കെ കാണും, പക്ഷേ ആ ഒരു മടിയിൽ നമ്മൾ സാരമൊക്കെ മടി ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ എന്നാ പറയുക, അവർ അത് ചെയ്ത് തന്നെ ഞങ്ങൾക്ക് നിർബന്ധമില്ല, ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ വെക്കേഷൻ ടൈമിൽ അവർ കുറേശ്ശെ അച്ഛനും അമ്മയും സഹായിച്ച് പഠിച്ചവരാണ്. നാളെ അവരുടെ ലൈഫാകുമ്പോൾ അവർക്ക് അവരെ പാർട്ട്ണറെ സഹായിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അനിയോടെ എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്നത് പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അനിയൻ്റെ വീട്ടിൽ അനിയന് വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ അനിയൻ്റെ അമ്മ അവിടെ ഒഴിവാകുമ്പോഴും അമ്മയുടെ കൂടെ ഒരു പണികൾ ചെയ്തും സഹായിച്ചിട്ടാണ് അതിനാണ് ആ ഒരു ഇത് വന്നത്. അപ്പം നമ്മുടെ മക്കളെ നാളെ അവരുടെ ലൈഫിൽ അവർ വലിയ മക്കളെ പഠിച്ച് ജോലി ചെയ്ത് അവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഭാര്യയും മക്കളും ഭർത്താവും മക്കളൊക്കെ ആകുമ്പോൾ ലൈഫിൽ ഭാര്യമാരൊന്ന് സഹായിക്കണമെങ്കിൽ ഒക്കെ ഒരു മനസ്സ് വേണം. അപ്പോൾ അത് ഇപ്പോഴേ നമ്മൾ കുട്ടികളോട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാൽ നല്ലതാണ്. എനിക്ക് തോന്നിയിരിക്കുന്നത് രീതിയിൽ കയറി എൻ്റെ പൊങ്കാലിടണ്ട. എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് കുറേശ്ശെ കാര്യങ്ങൾ മക്കൾ ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നമ്മളൊന്നും ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര മടിവാണ്. അവരിന്ന് ഫോണിൽ കളി തന്നെ, ടി വി കാണൽ ഇതന്നെ ഇരുന്ന് രാവും പകലും കാണൂട്ടാ. അപ്പോൾ കൊടുക്കലും മുഖത്തൊരു തൈലൊക്കെ ഇട്ടിട്ട് ഒന്ന് മുഖമൊക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്തിട്ട്, പക്ഷെ ഭയങ്കര മടിയായിട്ട് ആശാന് ഞാൻ ഒന്ന് തേച്ച് പിടിപ്പിച്ച് തരാടാന്ന് പറഞ്ഞാൽ നിൽക്കില്ല, കാണിച്ചു കൊണ്ടുണ്ടോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഈ ഓടിയും ബഹളമാണ് കേട്ടോ. ഒന്ന് ഒരു 5 മിനിറ്റ് തേച്ച് ഒന്ന് ശരീരത്തിൽ പിടിക്കാനുള്ളൊരു ക്ഷമ കുണുക്കും കാണിക്കത്തില്ല. എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കാനുള്ള പരിപാടി കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശരി ഇവരെന്നും എണ്ണ തേച്ച് കൊടുക്കണം കാര്യമാണെങ്കിലും സ്കൂളിൽ പോകുന്ന തിക്കും ധൃതിയും കാര്യങ്ങളിലാണ്. ഇപ്പോഴാണ് നമ്മളതൊക്കെ ആസ്വദിച്ചിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ കുളിക്കുമ്പോഴും കുളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുളിക്കുമ്പോൾ തലയിൽ കാച്ചി എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. അപ്പോൾ കുളിക്കുമ്പോൾ എന്താ കണ്ണെരിയുണ്ടെന്ന് പറയുന്നുണ്ട്. അവൾ തന്നെ എണ്ണ എടുത്തൊന്ന് മുഖത്തേക്ക് തേച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ തേച്ചതാന്ന് പറഞ്ഞില്ല ഉണ്ണി, പിന്നെ എന്തിനാ മുഖം തേച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുഖം മൂടി നിൽക്കണുണ്ടോ, കണ്ണെരിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കുടിക്കുമ്പോൾ ഫേസ് കാണിക്കാത്തത്. അപ്പോൾ തിരിഞ്ഞ് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ കണ്ണിൽ കാച്ചി എണ്ണ തന്നെയാണ് മേത്തും ഒക്കെ തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എരിച്ചിലും കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫേസിൽ എണ്ണ തേച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ, കഴുത്തിലും കൈമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അലർജിയുടെ പ്രശ്നം, അപ്പോൾ അതിനൊക്കെ ഒന്ന് കുറവുണ്ടെന്നും അലർജിയുടെ ഗുളിക കഴിച്ച നാൾ ഇപ്പോൾ അത്ര ഗുളിക കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ കുളിയൊക്കെ കഴിച്ചത് ഞാൻ പണിയോട് നേരത്തെ കഴിഞ്ഞിട്ട് അതിനായിട്ട് അടിച്ചുടച്ചു. വാഷിംഗ് മെഷീനിൽ തിരുമ്പാട്ടുണ്ട്. പിന്നെ ഞാൻ ചോറ് തിളപ്പിച്ച് ചോറ് വെച്ചിറക്കിയിട്ട് പിന്നെ പച്ചടി ചൂടാക്കി വെച്ച് മീൻ വറുത്തതുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് അത് മതിയെന്ന് വെച്ചിട്ട് പിന്നെ അപ്പോഴത്തേക്കും ഞങ്ങൾ ദോശ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഈ കുണുക്കമ്മോൻ്റെ കഴിക്കൽ കഴിഞ്ഞു എന്നൊക്കെ തോന്നണം കേട്ടോ. അതേ കുണുക്കമ്മോൻ്റെ കഴിക്കൽ കഴിഞ്ഞു, കുണുക്കമ്മോൾ കഴിക്കാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ട്യൂഷന് പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവർ ട്യൂഷന് കൊണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കണ്ണ് ആ എണ്ണ വെച്ച് കുളിച്ചിട്ട് അല്ല കുണുക്കൻ്റെ കൈ കൊണ്ടു എന്ന് പറഞ്ഞിട്ടാണ് വാശിയിൽ. അങ്ങനെ രണ്ടാളെ ട്യൂഷൻ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഞാനും എണ്ണ തിരുമ്പിച്ചിട്ട് മറ്റേ വാഷിംഗ് മെഷീൻ തിരുമ്പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ തിരുമ്പി കഴിഞ്ഞപ്പോൾ അത് തോരയിടാൻ വേണ്ടി കയറിയത് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് പിറ്റേ ദിവസമല്ലേ വേണ്ടേ. പിന്നെ ഞങ്ങൾ ട്യൂഷന് എടുത്ത് കൊടുന്നപ്പോൾ കുണുക്കനും കുണിക്ക് പറഞ്ഞു, ഞാൻ പൊന്നേച്ചിലോടൊന്ന് കൊണ്ടാക്കി തരുമ്പോൾ കുറേ ദിവസമായി പൊന്നേച്ചിലോട് പോയിട്ട്. അങ്ങനെ അവർ രണ്ടാളെ പൊന്നേച്ചിലോട് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്നിട്ട് വന്ന് ഉച്ചത്തെ ഫുഡൊക്കെ അന്ന് ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ട് ദോശ ഞാൻ കുറച്ച് നേരം വൈകിട്ട് കഴിച്ച്. പിന്നെ വന്നിട്ട് ഞങ്ങൾ ട്യൂഷനൊക്കെ ആക്കി അന്ന് ഗ്ലാസ് ചായ കുടിച്ചത്, ചോറ് പിന്നെ ഉണ്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് ദോശയൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ അനുവേട്ടന് കൂടിയിട്ട് കുളിച്ചു. സന്ധ്യ നേരം കേട്ടോ. കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഞങ്ങൾ കുളിക്കിന് കൊണ്ടുവരാൻ പോകാൻ നിൽക്കട്ടോ. അപ്പോഴേക്കും പൊന്നു അവിടെ നിന്ന് വിളിച്ചു കേട്ടോ. അമ്മ നിങ്ങൾ ചായ കുടിച്ചു വെച്ചു. അപ്പോൾ ഇല്ലാന്ന് ഇവിടെ വന്നിട്ട് ചായ കുടിക്കട്ടെ, നിങ്ങൾ ചായ ഉണ്ടാക്കണ്ട, ഇവിടെ വന്നിട്ട് കുടിക്കാൻ ഞാൻ ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ശരി, എപ്പോഴെങ്കിലും ഞങ്ങളങ്ങനെ എപ്പോഴും പോകുന്ന ആൾക്കാരല്ല. പൊന്നിടയ്ക്ക് തൊട്ടടുത്താണെങ്കിൽ അവരാണ് കൂടുതൽ ഇങ്ങോട്ട് വരാറ്, ഞങ്ങളങ്ങനെ പോകാറില്ല കേട്ടോ.
അപ്പോൾ എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ, ഇപ്പോൾ കുറച്ച് നേരം അവിടെ പോയിരിക്കാൻ വെച്ചിട്ട് ഞങ്ങൾ പോണതാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ടും ഞങ്ങൾക്ക് വയ്യ, വയറൊന്ന് വീർക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു. അതാണ് വീഡിയോകൾ ഒന്നും പൂർത്തീകരിക്കാണ്ടിരുന്നത്. എന്നുവെച്ചാൽ ഒരു വീഡിയോ എടുത്തു വന്നാലും പൂർത്തീകരിക്കാൻ പറ്റാറില്ല. എനിക്ക് എൻ്റെ ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോണ നേരത്ത് ഗേറ്റൊക്കെ തുറന്നിട്ട് അനിയേട്ടൻ കാറ് കയറുമ്പോൾ ഞാൻ തുറക്കാൻ പോയപ്പോൾ അനിയേട്ടൻ എന്നോട് പറഞ്ഞു, ഉണ്ണിയെ നമ്മൾ വരാൻ കുറച്ച് വൈകില്ലേ, ആ ഗേറ്റ് ഒന്ന് അടയ്ക്കും. അപ്പം എൻ്റെ മുഖം പോയിട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നടക്കാനൊന്നും വയ്യ, വയറൊക്കെ ഭയങ്കര വേദന. ഞാൻ പിന്നെ ഒരു വിധത്തിലൊക്കെ ഞാൻ പറയാം, എൻ്റെ കൈ ഒടിഞ്ഞിട്ട് രണ്ടെല്ലൊടിഞ്ഞിട്ട് കുഞ്ഞ് കൈ പത്തി മയപ്പെട്ട് കയറി പോയിട്ട്, എന്നിട്ട് പോലും ഞാൻ അത് വലിച്ചു പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ സാരില്ല, നമ്മൾ അനുഭവിക്കുന്നത് അങ്ങനത്തെ ഒരു മൈൻഡാട്ടോ. എനിക്ക് കുറേ വേദനകളും കാരണമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. എന്നിട്ട് ഈ തീരെ വയ്യായിരുന്നു. പക്ഷേ അനിയേട്ടനോട് ഞാൻ വയ്യാന്നൊന്നും പറഞ്ഞില്ല, കുറേ വയ്യായി പറഞ്ഞാൽ ഇപ്പം എന്നെ ഹോസ്റ്റലിലേക്ക് കൊടുത്ത് കൊണ്ടു. അതുകൊണ്ട് കുറച്ച് കാര്യമൊക്കെ അനിയേട്ടനോട് ഞാൻ പറയാറില്ല, മുഴുവൻ കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പൊന്നിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പൊന്നിൻ്റെ വീട്ടിൽ ഇനിയിപ്പോൾ നമ്മുടെ കാർത്തുമ്മയുടെ സ്നേഹപ്രകടനം കാണാം കേട്ടോ. എന്റെ പൊന്ന് അങ്ങനെ ചെന്ന് പക്ഷേ അമ്മമ്മ എന്ന് വെച്ചിട്ട് എൻ്റെ ഒക്കത്തിൻ്റെ കാത്തു പോയിട്ട്. അപ്പോൾ അമ്മമ്മയ്ക്ക് ചായയൊക്കെ വെച്ച് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്നെ പാപ്പു കാണിച്ച് ഞാൻ കൊണ്ടുപോകണത് ഈ കാരണം കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ നമ്മുടെ പൊന്നു പപ്സ് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ പപ്സിൻ്റെ ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചിക്കനിൽ എന്തൊക്കെയോ സോസൊക്കെ കൂടി പരട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് പപ്സ് തിന്നാൻ പാടില്ല, പക്ഷേ ഇപ്പോഴാണ് പപ്സ് നിരോധന മേഖലയ്ക്ക് എത്തി. കുറേ നാളായിട്ട് ഞാൻ കഴിക്കാറില്ല. പക്ഷേ പൊന്നുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അപ്പോഴേക്കും എനിക്ക് രാത്രി ആകുമ്പോഴേക്കും തീരെ വയ്യാണ്ടായി. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഒന്നും ചിന്തിച്ചില്ല, നേരെ ഹോസ്റ്റലിലേക്ക് പോക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണിച്ച് കുളിച്ചു, വിളക്ക് കത്തിച്ചു, ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പമൊന്നും ടെസ്റ്റുകൾ കാണരുത്, എന്നെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് തോന്നുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ എത്ര ദിവസത്തെ ഒരു സന്തോഷം, നമ്മൾ വെക്കേഷനായി, അങ്ങനെ കുറേ സന്തോഷങ്ങൾ ഒറ്റയടിക്കാണ്ട് അവസാനിച്ചു. നമ്മുടെ ചെറിയും കളിയും ഒക്കെ ഒറ്റയടിക്കാൻ അവസാനിച്ചു. അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മഞ്ഞ കളറിൻ്റെ ചുരിദാർ കണ്ടോ, ഭയങ്കര അത് ഇടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആത്മവിശ്വാസമാണ്. പലതരം മഞ്ഞകളുണ്ട്, പക്ഷേ എനിക്കിഷ്ടമുള്ള മഞ്ഞകളുള്ള ഒരു മഞ്ഞാണ് കേട്ടോ ഇത്. ഭയങ്കര ഈ ഒരു ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ്, നമ്മൾ രാവിലെ പോയിട്ട് രാത്രി വരെ വരികയാണെങ്കിൽ ഭയങ്കര ഒരു ഫ്രഷ്നെസ് നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഇത് അന്വേഷണം ഭയങ്കര പ്രാർത്ഥന കേട്ടോ. എനിക്കറിയാം എൻ്റെ അന്വേഷൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇത്രയും വർഷം ഈ ഭൂമിയിൽ നിന്ന് പല ഓപ്പറേഷനും അസുഖങ്ങളും കാര്യങ്ങളും വന്നിട്ടും ദൈവം കാത്തത് അന്വേഷൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ടാണ്. എനിക്ക് അന്വേഷൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കര വിശ്വാസം കേട്ടോ. അപ്പോൾ കണ്ടിട്ട് ദൈവത്തിന് പൂജിച്ചിരുന്ന് കേട്ടോ. അതെന്നും കുളി കഴിഞ്ഞ് വന്നാൽ എൻ്റെ നിറയിലൊന്ന് പരട്ടേനും കേട്ടോ. എനിക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ കേട്ടോ. അന്വേഷണം പരട്ടും. നമ്മുടെ കുണുക്കമ്പോഴും പറ്റു കൊടുക്കണം. അപ്പോൾ ഇന്ന് കുണിക്കുമ്പോൾ പൊന്നൂൻ്റെ അവിടെ അന്ന് കുണിക്കുമ്പോൾ അവിടെ നിന്നു കേട്ടോ. കുണുക്കം മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. കുണിക്കുമ്പോൾ അന്ന് അവിടെ പൊന്നൂര് 2 ദിവസം പൊന്നൂൻ്റെ വീട്ടിൽ നിന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയി വന്ന ടെൻഷനിൽ പിറ്റേ ദിവസം രാവിലെ ഞാനൊരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ പഴയ പോലെ നമ്മുടെ ഡയറ്റും തടി കുറയ്ക്കലും ടെൻഷനായിട്ടുള്ള ജീവിതത്തിലേക്ക് വീണ്ടും നമ്മൾ എത്തിയില്ല. അപ്പോൾ ഈ ടെൻഷനുള്ള ജീവിതത്തിൽ നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ട്. ദയവായിട്ട് നമുക്ക് ഒരുപാട് ടെൻഷൻ ചെയ്യുമ്പോൾ നമ്മളായിട്ട് ചെറിയ നമുക്ക് ഇഷ്ടമുള്ള സന്തോഷങ്ങളല്ലേ. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ എണീച്ച് അമ്പലത്തിൽ പോകുമ്പോൾ മുല്ലപ്പൂ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നോടേക്ക് മുല്ലപ്പൂ മേടിച്ച് ചോദിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അമ്പലങ്ങളിൽ പോകുമ്പോൾ മുല്ലപ്പൂ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇത് അമ്പലത്തിൽ പോയാലും മുല്ലപ്പൂ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ എനിക്ക് ഒരുപാടൊന്നും വേണ്ട, ഇടയ്ക്ക് ഒരു കുഞ്ഞ് പീസ് മുല്ലപ്പൂ മതിയിട്ടാണ്. അപ്പോൾ അപ്പുറത്തൊരു അമ്മാമ്മ വന്നിട്ട് തൈലും ലാസ്റ്റാജ് പൊടിയൊക്കെ തൈലായിട്ട്. അപ്പോൾ അതിനോട് പറഞ്ഞത് ഒന്നും ഞാൻ യൂസ് ചെയ്യില്ലാണ്. അപ്പോൾ വേറെ ആളാണ് പാവം അമ്മാമ്മയ്ക്ക് വാടക വീട്ടാണ്, അമ്മാമ്മയ്ക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ലാണ്. നമ്മുടെ അവസ്ഥ നമുക്കല്ലേ. അപ്പോൾ ഞാനും എന്നോട് ഒന്നും മേടിക്കണ്ട, പക്ഷേ നമ്മളോട് സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും എന്നിട്ട് അമ്മാമ്മയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ മേടിച്ച അമ്മാമ്മയ്ക്ക് അതിന് ഒരു 5 രൂപ 6 രൂപ ലാഭം കിട്ടുക.
അപ്പോൾ ആ ലാഭത്തിൻ്റെയൊക്കെ നമുക്ക് ഒരു 10 രൂപയാണ് 20 രൂപ നമ്മൾ മേടിക്കേണ്ട അമ്മയ്ക്ക്. അപ്പോൾ അമ്മമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മമ്മയ്ക്ക് വിഷമം കൊണ്ട് തന്നു വിട്ട സാധനം. അപ്പോൾ ഞങ്ങളോട് വേണ്ട അമ്മമ്മ അത് വേറെ ആരെയൊക്കെ വിറ്റു. അപ്പോൾ നമ്മളോട് പറ്റുന്ന ഞങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മുടെ ഒരു സാമ്പത്തികമായിട്ടില്ല. എന്നാൽ ആ ഒരു ചെറിയ കാര്യങ്ങൾ അതിനായിട്ട് ഞാൻ സന്തോഷത്തോടെ ഇങ്ങനെ ചെയ്യാനായിട്ട് പലർക്കാരും വലിയൊന്നും തുക ഒന്നും നമുക്ക് കൊടുക്കാനോ അത് വീഡിയോ എടുക്കാനോ നമുക്കറിയില്ല. പക്ഷേ നമുക്ക് പറ്റുന്ന പോലെ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ കുണിക്കുമ്പോഴെ വിളിച്ചോക്കട്ടെ, കുണിക്കുമ്പോൾ ഒരു എനക്കും ഇല്ലാണ്ടിരിക്കട്ടെ. അങ്ങനെ നേരെ നമ്മൾ മുല്ലമർമ്മത്താവ് അമ്പലത്തിൽ പോയത് കക്കാട് അമ്പലത്തിലേക്കാണ്. അവിടെ ഉത്സവമാണ് കേട്ടോ. 5-8 ദിവസമായിട്ട് ഉത്സവം നടക്കണം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു. അപ്പോൾ രാവിലെ ഞങ്ങൾ ഒന്നും കഴിച്ചിരുന്നില്ല. അമ്പലത്തിൽ ഞങ്ങൾ ഉപ്മാവൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ ഞാൻ കുളിക്കുമ്പോൾ കൊണ്ടുവന്ന് ടോയ്സ് വേണം, അത് വേണം എന്നിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്മാമ്മ നമ്മുടെ വീഡിയോ കാണുന്ന അമ്മാമ്മ കേട്ടോ. അപ്പോൾ എൻ്റെ നാട്ടുകാരിയാണ്, പെരാമംഗലക്കാരിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ടാകുമ്പോൾ ചിലർ മനസ്സിലാക്കുന്നുണ്ട് വയ്യാണ്ടാണ്. പക്ഷേ ചിലർ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്ന് പാലക്കാട് നിന്ന് ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂപ്പര് എൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആദ്യം കരയും ചെയ്ത് എനിക്ക് തന്നെ ഭയങ്കര ഇതായി. ആൾക്കറിയാം, ആൾ മിണ്ടണില്ല. അപ്പോൾ ചേച്ചി എന്തിനാ കാരണം വെച്ചപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ ശബ്ദം, എൻ്റെ അമ്മയെ കാണുന്ന പോലെയാണ് ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ ചേച്ചി. അപ്പോൾ നമ്മളത്രയും ഒരു അമ്മയുടെ സ്ഥാനത്ത് ഒരാളെ കാണുക എന്ന് പറയുമ്പോൾ പോലെ അത് വലിയ കാര്യമല്ലേ. നമ്മുടെ അമ്മയുടെ സ്ഥാനത്ത് ഒരാളെ നമുക്ക് ലോകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഒരു അമ്മയുടെ നമ്മളെ കാണുന്നതാണ്, നമ്മളതുപോലെ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കത് ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ നെന്മാറ വേലയാണ്, അതിനൊക്കെ ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ 3-ാം തീയതിയാണ് നെന്മാറ വേലയ്ക്ക് വരും, തലേദിവസം വരും, നമ്മുടെ വീട്ടിൽ നിൽക്കാം. നമ്മുടെ ഒരു ചെറിയ വീടാന്ന് പറയുമ്പോൾ പക്ഷെ നമുക്ക് ചെറുതോ വലുതോ ഒന്നും അല്ല കേട്ടോ. സ്നേഹം കൊണ്ടുള്ള ആ ഒരു വിളി തന്നെയാണ് അല്ലേ. നമുക്ക് വലിയ വീടുള്ള പണക്കാൾ പക്ഷെ ചെറിയ വീട്ടുള്ളിലേക്ക് പോകാൻ തന്നെയാണ് ഇഷ്ടം. പിന്നെ എന്താ വെച്ചാൽ കുറേ ദിവസമായിട്ട് വീടില്ലാത്ത അപ്പോൾ ആ കുട്ടീനോട് ചോദിച്ചു, ഉണ്ണാളൊക്കെ സ്കൂളിൽ കൂട്ടി കഴിഞ്ഞാൽ ട്രിപ്പ് പോയെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ട്രിപ്പൊന്നും അല്ല മക്കളെ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ഭയങ്കര വയറുവേദന, വയറൊന്ന് വീർക്കുക. ഒരാഴ്ചത്തോളമായിട്ട് എനിക്കത് ഭയങ്കര ഞാൻ യൂറിൻ ഇൻഫെക്ഷൻ ആവുമെന്ന് വെച്ചപ്പോൾ യൂറിനൊക്കെ ഇപ്പോൾ 1.5 പോയി ചെക്ക് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ട്. പക്ഷേ അത് ഇത്രയും വലിയ കാര്യമായിട്ടൊരു ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും ഒരു ചെറുതായിട്ടുള്ളൂ. അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക് എഴുതി തന്നിട്ടുണ്ട്, അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസം ലാസ്റ്റുള്ള ഡിസംബറിൽ പോകേണ്ടതാണ്. പക്ഷെ നമുക്ക് അപ്പം അച്ഛൻ മരിച്ചു, പിന്നെ പോകണമെങ്കിൽ അപ്പം അമ്മ മരിച്ചു. പിന്നെ നമുക്ക് പോകാമെന്ന് വയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 20,000 രൂപയിൽ ചുരുങ്ങിയത് 20,000 രൂപയിലാണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കയറാൻ പറ്റില്ല. ചുരുങ്ങിയത് ഓരസുഖത്തിൻ്റെ എനിക്ക് പോകണമെങ്കിൽ എന്താ വെച്ചാൽ എനിക്ക് അൾട്രാസ്കാനിങ് ബ്രസ്റ്റിന് വേണം, വയറിന് വേണം, ബ്ലഡ് ടെസ്റ്റിന്, അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ അത് കഴിഞ്ഞാൽ മരുന്ന് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു 6 മാസത്തേക്ക് മരുന്ന് എഴുതിക്കണം. അപ്പം ഞാൻ 1 മാസത്തേക്ക് മേടിച്ചോ. ഞാൻ 2 മാസത്തേക്ക് മതി എന്ന് പറഞ്ഞു. 6 മാസത്തെ എടുത്ത് കഴിഞ്ഞാൽ പണി പാടുന്നു മനസ്സിലായി. അപ്പോൾ 2 മാസത്തേക്ക് കയറിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി അപ്പോൾ അത്യാവശ്യം റേറ്റ് ആവും. അപ്പോൾ നമ്മൾ 1 മാസത്തേക്ക് പിന്നെ ഒന്ന് മേടിച്ചോളാം എന്ന്. എന്നിട്ട് തന്നെ 2000 സംതിങ് ആയിട്ടുണ്ട് മരുന്നിൻ്റെ മാത്രം റേറ്റ് 1 മാസത്തേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴുള്ള നമ്മുടെ ഏറ്റവും വലിയ അവസ്ഥകളും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പോകാണത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരാഴ്ചയിൽ പോകാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. വയറൊക്കെ വന്ന് നിർത്തപ്പോൾ എനിക്ക് പേടി. ഞാൻ പേടിച്ച പോലെ തന്നെയാണ് അത് നമ്മുടെ ലിവറിന് തന്നെയായിരുന്നു എനിക്ക് പേടി. അത് ലിവറിൻ്റെ തന്നെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോൾ അച്ഛൻ മരിക്കുന്നത് വേറെ നമ്മുടെ ഫുഡ് റെഡിയും കാര്യങ്ങളൊക്കെ ഒരുപാട് അങ്ങോട്ട് മാറി. പിന്നെ ശമാരയ്ക്ക് പോകുന്ന സമയത്തൊക്കെ പപ്പടം കാച്ചിയത് ഒരുപാട് കഴിച്ചിരുന്നു, നിർത്തിയതായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വെയിറ്റ് കൂടി. അപ്പോൾ ഫാറ്റ് ലിവർ കുഴപ്പമില്ലാത്ത നിലയ്ക്ക് വീണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിന്ന് പോവുകയാണെങ്കിൽ ഡേഞ്ചറായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന്. അപ്പോൾ ഇന്നാളെ ലാസ്റ്റ് ചോറിനുള്ള വീടുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചോറുണ്ടാകില്ല. ആ ചേട്ടൻ ചോറിന് പലതും ഉണ്ടോ നോക്കിയത്. ഞാനാകെ എത്ര ചോറ് എടുക്കാന്ന് അറിയാം. ആകെ ചോറുണ്ടാവുള്ളൂ. ഞാൻ ആ ചേട്ടൻ കൊണ്ടുവന്ന 2 ഉരുളയാണ് ചെവൻ്റെ ഒരു നേരത്തെ ചോറ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തിന്ന് ഇങ്ങനെയാണ് ഫാറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ ചിന്തിക്കും ചിലവരൊക്കെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ കാണുമ്പോഴേ ഞാൻ എന്നോട് പറയും നമ്മളെന്താ കഴിക്കണം. പക്ഷേ ഭക്ഷണത്തിൻ്റെ എല്ലാം അതൊക്കെ എനിക്കറിയാം. നമ്മുടെ മെഡിസിൻ വന്ന കേസാണ്. അപ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്ത് പോവുകയാണ്. അതിനുള്ള നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നപ്പോഴാണ് പ്രശ്നങ്ങളായത്. അപ്പോൾ ഇന്ന് തൊട്ട് ഞങ്ങൾ പുതിയതായിട്ടൊരു ഒന്നുകൂടി ആദ്യം സ്റ്റാർട്ടിങ് ആണ് ലൈഫിൽ. പട്ടിണി കിടക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് അമ്മ വേണ്ടേ, അമ്മയില്ലെങ്കിൽ കഴിഞ്ഞില്ലേ. എന്തൊക്കെ നമ്മൾ ഈ ലോകത്തുണ്ടാക്കിയാലും അമ്മോളാവില്ല ലോകത്ത് എന്തും. അമ്മ
അമ്മയാണ് ലൈഫിലെ ഏറ്റവും വലുത് അച്ഛനും. ആ 2 ആളില്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാൻ പോലെ. അപ്പോൾ പൊന്നു കുഞ്ഞൻ അവർ ഓക്കെ, അവർക്ക് അമ്മ പോയാലും അമ്മയ്ക്ക് ഇനി വന്നൊരു വിഷമം ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ലൈഫിലേക്ക് പക്ഷെ കൊടുക്കണമെങ്കിൽ ആ വിഷമം അവർക്ക് അറിയില്ല. പക്ഷെ അവർക്ക് ആ വിഷമം അറിഞ്ഞില്ലെങ്കിൽ പോലും അവർ മുന്നോട്ടുള്ള അവരെ ഓരോ കാര്യങ്ങളിലേക്കും അവരുടെ ലൈഫിൽ ഞാൻ ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങൾ അവർ ബാധിക്കും. അപ്പോൾ എനിക്ക് അവരുടെ കൂടെ ഞാൻ ദൈവത്തിനോട് ഇന്ന് പോയിട്ട് ഒന്നേ പ്രാർത്ഥിച്ചത്, എനിക്ക് എൻ്റെ 2 മക്കളും കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. എനിക്ക് കുറച്ചും കൂടി നാൾ ആയുസ് വേണം. എനിക്ക് കുറേ നാളുകൊണ്ട് ജീവിക്കണം അവരുടെ കൂടെ. എനിക്കൊന്നും വേണ്ട, സ്വത്തും മുതലൊന്നും വേണ്ട, അവരുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ദൈവം ഒരു ഇത് തന്നാൽ മതി. എനിക്ക് ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഇതേപോലെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇന്നലെ തൊട്ട് എൻ്റെ ഉറക്കം പോയി എന്ന് തന്നെ പറയാം. അപ്പം ഇന്ന് രാവിലെ നേരിച്ചു ഞങ്ങൾ അമ്പലങ്ങളിലേക്കൊക്കെ പോയി. സത്യം പറഞ്ഞ ജീവിതത്തിൽ സമാധാനം എന്ന് പറയണത് ഇല്ലാന്ന് തന്നെ തീർത്തും പറയാം. ഞങ്ങളുടെ ലൈഫ് എന്താ ഇങ്ങനെ, ഏത് തരത്തിൽ നോക്കുമ്പോഴും സമാധാനം, ഏത് തരായാലും എന്തെങ്കിലും ശരിയാവും വെച്ചിട്ട് ശരിയാവണമില്ല. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സമാധാനം കിട്ടുന്നുള്ള പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതെന്തൊരു കിട്ടുന്നു അതാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതാകുമ്പോൾ വീഡിയോയിൽ പെടണമില്ല. അപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടില്ല. ഞാൻ വിചാരിക്കും ഇന്നലെ നാളെ എന്തെങ്കിലും ഒരിക്കലും ഞങ്ങൾക്ക് നല്ലൊരു കാലം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇല്ല, മനസ്സിലാക്കി പൂർണ്ണമാക്കി എനിക്ക് മനസ്സിലായി. ഒരിക്കലും ദൈവം ഞങ്ങൾക്ക് ഒരു നല്ല കാലം തരില്ല. എനിക്ക് മനസ്സിലായി, പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിച്ചു. എന്തോരം വർഷങ്ങളായി പറഞ്ഞു ഞങ്ങളെ പരീക്ഷിക്കാൻ. എത്ര വർഷങ്ങളായി ദൈവത്തിന് പോലും മടുപ്പിലാണ് ഞങ്ങളിങ്ങനെ പരീക്ഷിച്ചത്. ഞങ്ങൾക്ക് മടുത്തു പരീക്ഷണത്തിൽ നിന്നും. ബ്രസ്റ്റിന്റെ കാര്യത്തിന് കുഴപ്പമില്ല, ഓക്കെയാണ്. ആദ്യത്തെ നമ്മൾ ഡേഞ്ചർ ആയിട്ടൊരു മുഴ ഉണ്ടാകുന്നത് അത് പോയി എന്നാ പറയണത്. ബ്രസ്റ്റിൽ ഇപ്പോൾ ആ സ്ഥലത്ത് അവിടെ മുഴ കാണാനില്ല. അപ്പം അത് പോയി. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞിതുണ്ട്, അത് കുഴപ്പമില്ല, ഭയങ്കര ചെറുത്, അത് കാണൂല അറിയൂല. അൾട്രാ സ്കാനിങ് ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയതാണ്. അപ്പോൾ ബ്രസ്റ്റ് ക്ലിയർ ആണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു കേട്ടോ, എനിക്ക് ബ്രസ്റ്റിനെ പറ്റിയിട്ട് എനിക്ക് ടെൻഷൻ ഇല്ല. ഞാൻ ഡോക്ടറെ കാണിക്കുമ്പോൾ എന്നെ കിടന്ന ശേഷം ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബ്രസ്റ്റിനെ പറ്റിയിട്ട് ടെൻഷനിലേക്ക് ഒരു സമയത്തൊക്കെ എനിക്ക് തൊടുമ്പോൾ അത് മഴയായിട്ടും വേദനയായിട്ടൊക്കെ ഫീൽ ചെയ്തത്. പക്ഷെ ഇപ്പം അതില്ല. ഇപ്പം എനിക്ക് ഭയങ്കര പ്രശ്നം, എനിക്ക് വയറിലേക്ക് നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരാഴ്ച എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, കിടക്കും, വേദനയുടെ ഗുളികമേന്ന് ഇത്ര ദിവസം പോയിരുന്നത്. അപ്പോൾ അങ്ങനെ അതിപ്പോ ബ്രസ്റ്റിന്റെ ഇതുകൊണ്ട് മെഡിസിൻ കഴിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് വന്നിക്കണത്. അല്ല അതങ്ങനെ പറഞ്ഞിട്ടായിരുന്നില്ലേ, സൈഡ് എഫക്റ്റ് വരുന്നൊക്കെ പറഞ്ഞില്ലേ. എന്ത് തന്നെ ആയാലും വെയിറ്റ് കുറയ്ക്കാൻ നമ്മുടെ യാതൊരു മടിയില്ല. ഏത് നിമിഷം വെയിറ്റ് കുറയ്ക്കാൻ തയ്യാറ് പറഞ്ഞിട്ടില്ല. അതൊരു മാറി വെയിറ്റ് കുറഞ്ഞപ്പോൾ അച്ഛന് വിഷമയപ്പോഴാണ് ഞാൻ കുറച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വിഷമൊന്നല്ല, എനിക്ക് ക്ഷീണം ബാധിച്ച മാതിരി തോന്നി, അത്രേ. ഇനി ക്ഷീണം ബാധിച്ചാലും പറയില്ല, ഞാൻ പറയില്ല, ക്ഷീണം ബാധിച്ചാലും പറയില്ല. ഇനി പറയില്ല. 2 പേര് പറ്റി ഞാൻ ക്ഷീണം ഉണ്ണി ക്ഷീണിക്കുമ്പോൾ എന്തോ മതി പ്രായം തോന്നിക്കണം, ഉണ്ണിയുടെ ആകെ 1 രൂപയായി ഇതൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഞാൻ കുറേശ്ശെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ നമ്മളത് ചിന്തിക്കണം. അപ്പം ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. കക്കാട് അമ്പലത്തിൽ പോയി ഗോതമ്പിൻ്റെ ഉപ്മാവ്, ആ ഉപ്മാവിൽ ഒരുപാട് ഓയിലോ നാളികേരോ ഒന്നുമില്ല, ഒരു ഗോതമ്പിൻ്റെ ഉപ്മാവിൽ വെറുതെ വേവിച്ചെന്ന് പറഞ്ഞ ഫീൽ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിച്ചു. ചായ കുടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും നമ്മൾ പഴയ പോലെ 1 ഇഡ്ഡലി 1 ദോശ അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. എന്തെങ്കിലും ആട്ടെ വരുന്നോട് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ദൈവം മനസ്സമാനം തരുന്ന ഒരു മനുഷ്യൻ. പിന്നെ ചുറ്റും എന്ന് പറഞ്ഞാൽ ചുറ്റും അങ്ങനെ ഓരോ സാഹചര്യങ്ങളോട് ജീവിക്കുന്നവർ പലരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതായിരിക്കും നമുക്ക് ചിലപ്പോൾ എനിക്ക് തന്നെയാണ് ഇതായിരിക്കും വിധിച്ചിട്ടുണ്ടാവും. എനിക്ക് മനസ്സമാധാനം ഞാൻ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളൊക്കെ വീടി സമാധാനമായിട്ടൊരു ദിവസം. അല്ല ഈ മനസ്സമാധാനക്കുറവ് അവനവൻ്റെ വീട്ടിലുണ്ടാവും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ അത് ആഘോഷിക്കുന്നവരാണ് കൂടുതൽ. അത്രേ ഉള്ളൂ. അതിലേക്ക് വിഷമില്ല കേട്ടോ. എന്താ വെച്ചാൽ അത് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം തരുന്നതാണ്. അതിപ്പോൾ ആർക്കും ഏത് നിമിഷം ആരുടെ വീണ്ടും മുറ്റത്ത് വരുന്ന ഒരാളാണ് അസുഖങ്ങൾ. അതൊന്നും നമ്മൾ ഒരാളേനെയും അതാക്കിയിട്ട് നമ്മൾ ഒരാൾക്ക് അസുഖം വരാനോ അല്ലെങ്കിൽ നമുക്ക് അതിന് ഒരാൾക്ക് അസുഖം വന്നാൽ അത് സംരക്ഷിക്കാൻ, ഒരാൾക്ക് എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ട് കാശ് പരിപാടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ക്, ഇതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. ഒരു കാര്യം എത്ര വലിയ ശത്രുക്കളോടെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഒരാളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോവില്ല. ഒരാൾക്ക് ദുരന്തം വരണോ അങ്ങനെ ആൾക്ക് എന്തെങ്കിലും ദുരന്തം കാണാനോ സന്തോഷിക്കുന്ന വ്യക്തികളല്ല.
അപ്പോൾ എന്തായാലും ഇങ്ങനെ അല്ല കേട്ടാ. അപ്പം ഇനി നാളോട്ട് വീഡിയോ ഒക്കെ ഉണ്ടോ എല്ലാവരും എൻ്റെ വീഡിയോ കാണും, സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു മാർഗ്ഗമാണ് എൻ്റെ ലൈഫിൽ ഒരു ജീവിത മാർഗ്ഗം എന്ന് പറയുന്നത് തന്നെയാണ് കേട്ടോ എൻ്റെ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. ഇപ്പം അതല്ലേ പറയാൻ പറ്റുമോ? വേറൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ട്യൂഷൻ എടുക്കാൻ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക. 11:30 ട്യൂഷന് പോയതാണ്. സമയം ഇപ്പം എത്രയും വെക്കേഷനായിട്ട് നിങ്ങൾ അവർക്ക് സമാധാനം കൊടുക്കണില്ലെന്ന് തോന്നരുത്. എന്താ വെച്ചെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറേ ഉള്ളൂ. അത് അവർക്ക് എന്തെങ്കിലും കുറച്ച് വായിക്കാനും ഇതൊക്കെ എനിക്ക് നമുക്ക് അവർ പഠിക്കണം എന്നുള്ളത് എൻ്റെ വാശിയാണ്. അവർ റാങ്ക് ഫസ്റ്റ് റാങ്ക് അതൊന്നുമില്ല. അവർക്ക് എഴുതാനറിയണം, വായിക്കാനറിയണം. അവർ 2 കാലം നിൽക്കണം നിലയ്ക്കുള്ള അവർക്കൊരു വിദ്യാഭ്യാസം കാര്യം വേണം. അത് പൊന്നുൻ്റെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കുഞ്ഞിൻ്റെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ താല്പര്യത്തിനനുസരിച്ചാണ് കാര്യങ്ങളല്ലേ. അപ്പോൾ അതുപോലെയാണ് പൊന്നു ബ്യൂട്ടീഷ്യൻ. അപ്പോൾ അവിടെ കുഞ്ഞിന് ഒരു തീരുമാനത്തിൽ അത് പണ്ടും കുഞ്ഞങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒന്നിരിക്കൊരു ഇതിലാണ്. പൊന്നിന് പിന്നെ പണ്ടേ ബ്യൂട്ടീഷ്യനാണ് ഒരു ഇഷ്ടം കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ കുളുക്കനായാലും ഇപ്പോൾ ചെണ്ട പഠിക്കണം, കൊട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ പോയപ്പോൾ അത് ചോദിച്ചു. അതിനെ പറ്റിയത് ഏതിലാണ് നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുക, ഏതിലാണ് അവരെ വിജയം കണ്ടെത്തുക അറിയില്ല. അപ്പോൾ നമ്മൾ കൊട്ട് അതൊന്നും നിസ്സാര കാര്യമല്ലല്ലോ. അപ്പോൾ അതിനാണ് അവന് ഇൻട്രസ്റ്റ്. ശരിയാവും, അത് പഠിക്കട്ടെ അല്ലേ. ഒന്നും പഠിക്കാനൊന്നും ഇല്ലാണ്ട് നിൽക്കരുത് അവർ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഫീസ് വെച്ചപ്പോൾ അഡ്മിഷൻ ഫീസ് 550 അല്ല 500, ഫീസ് 350 മാസം. സാവകാശം പറ്റും നോക്കാലോ. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അവ ഇങ്ങനെ തട്ടിമുട്ടി കൊട്ടി നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെണ്ടോട്ടണം പഠിക്കണം എന്ന് പറഞ്ഞപ്പോ കൊണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് ആകെ 2 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അപ്പൊ എന്തായാലും പഠിക്കട്ടെ, കുട്ടികൾ പഠിക്കട്ടെ. ഞാനല്ലേ ഒരു കാലഘട്ടം ആരും ഇല്ലാണ്ടാകുമ്പോൾ അവരെന്തായാലും ജീവിതത്തിനോട് പകച്ച് നിൽക്കരുത്. എന്തെങ്കിലുമൊക്കെ കയ്യിലൊരു വിദ്യയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 10 രൂപ അവർക്ക് അതൊരു വരുമാന മാർഗ്ഗം അവരെന്തും അല്ലേ. ഡാൻസ് പഠിക്കാനും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളോട് പറ്റിയിട്ടില്ല. എല്ലാം ഒരു ഓണത്തിനാണ് ഓണത്തോളം പോട്ടെ, അത്രേ പോട്ടെ. അപ്പം ഞാൻ നാളോട്ട് വീഡിയോ ഇടാം. അപ്പം എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ കുടുംബത്തിന് വേണം. ഇത്രയുള്ള ബായ്. എല്ലാ പ്രാവശ്യം നിൽക്കാരേനില്ലാന്നുള്ളൂ. കാരണം ടെൻഷൻ അടിക്കുമ്പോൾ ഈ തലവേദന സ്റ്റാർട്ട് ചെയ്തു. പോട്ടെ. ഈ മുഖം നോക്കിയിരിക്കണ്, ഈ മുഖം വിഷമം എന്ന് പറഞ്ഞാൽ അത് പിന്നെ എല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുക. എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞിരുന്നേ ഇങ്ങനൊരു സമയം നല്ല സമയം തെളിയെന്ന് വിചാരിക്കില്ല. തെളിയാൻ നമ്മൾ വലിയ ഒരു സാമ്പത്തികമായിട്ട് നല്ല മുൻപന്തിയിൽ നിൽക്കണം അല്ലെങ്കിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് മനസ്സമാധാനത്തിലൊരു ജീവിതം അത്ര മാത്രം എന്തെങ്കിലും ഈ കടകളൊക്കെ അച്ഛനും മക്കൾ സേഫാണ്. ഒന്നും പറ്റാണ്ട് ഇവരോട് ജീവിക്കണം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പറയണ്ടോ അത്രയ്ക്കും അത് ആലോചിക്കാം. ഇന്നലെ മനസ്സ് ആകെ താളം തെറ്റി ആശുപത്രിയിൽ പോയി. അല്ല എനിക്കറിയാലോ. ഞാൻ ഇത് ഉണ്ണിക്ക് എന്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ എൻ്റെ നെഞ്ച് പെടയുണ്ടാവും. അത് ഞാൻ പിന്നെ ഉണ്ണി തിങ്കളാഴ്ചക്ക് ആക്കിയതാണല്ലേ. ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ച തന്നെ പോകണമെന്ന് പറഞ്ഞില്ലേ. അപ്പം അത് എൻ്റെ നെഞ്ച് പെടയുണ്ടാവും. അത് മനസ്സിലാക്കാൻ ഉണ്ണി മനസ്സിലാക്കുന്നുണ്ട്, പല ആൾക്കാരും മനസ്സിലാക്കില്ല. ദൈവം മനസ്സിലാക്കും. ദൈവത്തിന് വിട്ടെടുത്ത അത്രേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കണ്ടേ. ഞാൻ പ്രസവിക്കാൻ പോകുമ്പോൾ ഒന്നാ പറഞ്ഞല്ലോ അന്നേട്ടുണ്ടല്ലേ. ഞാൻ പ്രസവിക്കാൻ പോകണേ, അതായത് അന്നയുടെ ഹോട്ടലിലെ സമയത്ത് അതിന് കുളിക്കുന്ന പ്രസവം. അപ്പം അതിനായിട്ട് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗൾഫുകാരൻ്റെ ഭാര്യമാർക്ക് പറ്റാത്തൊരു കാര്യമായിരുന്നു ഭർത്താവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു വിശേഷം ഉണ്ടാകുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വേണ്ടത്. പക്ഷേ അന്നേട്ട് സാഹചര്യം ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അന്നേട്ട് അത് പറ്റില്ലെന്ന് എനിക്കറിയാം. അന്നേട്ട് വരാമെന്ന് പറയും. പക്ഷേ എനിക്കറിയാം ഹോട്ടലിൽ മറ്റൊരാളിൽ ഇട്ട് കൊടുത്താൽ അതും നമ്മളതിൻ്റെ പാപ്പ ഞാൻ വേണ്ട ഞാൻ കൊടുക്കുകയും പൊന്നിന് എൻ്റെ ചെക്കപ്പിനോട് വരെ പൊന്നു കുഞ്ഞിനായിരുന്നു. അപ്പോഴും ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു പ്രസവിക്കുന്ന സമയത്തേക്ക് ലേബർ റൂമിന് പുറത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്. അത് ഞാൻ എന്തൊരു ഓപ്പറേഷത്തിന് കയറുകയാണെങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനിയേട്ട വേണം. അത് മാത്രം ഞാൻ ആഗ്രഹിക്കല്ല. അന്ന് എൻ്റെ എനിക്ക് ഒരാളുടെ പ്രാർത്ഥന എൻ്റെ ലൈഫിലേക്ക് കേൾക്കുന്ന ഇപ്പം എനിക്ക് 2 ആളാട്ടോ. ഒന്ന് തന്നെയാണ്, ഒന്ന് എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ചേച്ചിയാണ് സ്വന്തം ചേച്ചി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അങ്ങനെയും പറയാൻ പറ്റില്ല. എനിക്കായിട്ട് ചേച്ചി എന്ന് വെച്ചാൽ കുറഞ്ഞ ഒരു അമ്മ ഏജോണ്ടല്ല, പക്ഷെ ചേച്ചി എന്ന് വിളിക്കാനുണ്ട്. പക്ഷെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് വേണ്ടി ഇപ്പം ഇന്ന് ഞാൻ ആ ഒരു മെസ്സേജ് ചേച്ചി കൂടെ വിഷമിക്കേണ്ട, നമുക്കതൊക്കെ റെഡിയാക്കാം.
വെയിറ്റ് കുറയ്ക്കണം. അപ്പം നമുക്ക് തന്നെ ഒരു ബലം ഒരാൾ ബാക്കിൽ നിന്ന് തരുമ്പോൾ അപ്പം രണ്ടാളുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ ഒരു ധൈര്യം എന്ന് പറയാൻ. അനുവേട്ടൻ്റെ ആ ചേച്ചിയുടെ പ്രാർത്ഥനയാണ് കേട്ടോ. എനിക്ക് ഇന്ന് രാവിലെ ആ ചേച്ചി പള്ളിയിൽ പോവാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മതി. ആ ഒരു പ്രാർത്ഥന മതി. എനിക്കറിയാം ആ പ്രാർത്ഥന എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്കറിയാം. അതാണ് ഏറ്റവും അല്ലേ പോയാലാ മൂക്കട. അതാണ് വിഷമിച്ച് എപ്പോൾ തലവേദന വരും, മൂക്കടയും അങ്ങനെ ഓരോരോന്നായിട്ട് പീസായി പോകട്ടെ. ബായ് തല വെച്ചു.